ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി കൊണ്ട് ചേർത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി അടച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി 1 വിസിൽ വന്നതിന് ശേഷം സിമ്മാക്കി വെച്ച് ഒരു 3 വിസിലും കൂടി വന്നാൽ ഫ്ലെയിം ഓഫാക്കാം. അത് ഓരോരുത്തരുടെ കുക്കറും അതുപോലെ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് വിസിൽ വ്യത്യാസം വരുത്താം. ഇപ്പം നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബീഫിൽ നിന്ന് വന്ന വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചാലാണ് ടേസ്റ്റ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 1 സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് തേങ്ങാക്കൊത്തും 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 4 ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉള്ളിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ചേർക്കാം. ഇനി ബീഫ് ഇടുന്ന സമയത്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് ചെറിയ തീയിൽ വെച്ച് നന്നായി മൊരിയിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ സിമ്മിൽ വെച്ച് മൊരിയിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.